അമ്മൂട്ടി, നിനക്ക് ട്രാവൽ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണോ? പക്ഷേ എനിക്ക് പണ്ട് ട്രാവലൊന്നും ചെയ്യാൻ അധികം ഇഷ്ടമേ അല്ലായിരുന്നു. എനിക്കും അതെ, പണ്ട് ഇഷ്ടമല്ല, ഇപ്പം ഇഷ്ടമായിരുന്നു. ആക്ച്വലി എനിക്കും ട്രാവലൊന്നും പണ്ട് ഭയങ്കര ഇഷ്ടമൊന്നും അല്ലായിരുന്നു. പക്ഷേ ഞാൻ ചെയ്യേണ്ടി വന്നത് ഏറ്റവും കൂടുതൽ ട്രാവലായിരുന്നു. ആക്ച്വലി ഞങ്ങൾ പറയാൻ വേണ്ടി വന്ന ഇതൊന്നും അല്ലായിരുന്നു കേട്ടോ. അതായത് ഈ സംഭവങ്ങളൊക്കെ ഇപ്പം ഇവള് വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് ഇഷ്ടമല്ലാത്ത പലതിനെയും ഞാൻ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പം അതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് കേട്ടോ. യെസ് യെസ്, ഏകദേശമൊക്കെ കുറേ കാര്യങ്ങൾ മാറി തുടങ്ങി. അതിനെ ഞാൻ ഇഷ്ടപ്പെട്ടു തുടങ്ങി. അപ്പം കൂടി നമുക്ക് എല്ലാവരെയും നമ്മുടെ വീഡിയോയിലേക്ക് വെൽക്കം ചെയ്താലോ? ഓക്കെ, അപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. യെസ്, ആദ്യം തന്നെ മെയിനായിട്ടൊരു സംഭവം ഉണ്ടേ, അത് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സംഭവമായിരുന്നു. അതിനെ പറ്റിയിട്ട് എനിക്ക് ആ ഒരു സാധനം ഇടുന്നവരെ ഇഷ്ടമല്ല, അവരുടെ സ്വഭാവമല്ല ഇഷ്ടം. പക്ഷെ ആ സാധനത്തിനോട് എനിക്ക് ഇഷ്ടമല്ല. എന്താ ഞാൻ പറയാം, എന്താ ഇത് മൂക്കുത്തി. മൂക്കുത്തി എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നേ. അങ്ങനെ അവസാനം ഞാൻ ഇപ്പോൾ ഇതിനെ ഇഷ്ടപ്പെടുന്നു. ഇപ്പൊ ഈ മൂക്കുത്തി അവസാനം ടീച്ചൻ പറഞ്ഞു കുത്തണ്ടെന്നൊക്കെ പറഞ്ഞേ. അത് കഴിഞ്ഞിട്ട് ടീച്ചൻ ഇത് സമ്മാനമായിട്ട് മൂക്കുത്തി കൊണ്ടുവന്നായിരുന്നു. യെസ്, അതാണ് അവസ്ഥ. ഞാൻ ഇവളുടെ ഒരു പഴയ ഫോട്ടോ കാണിച്ചു തരാം. കണ്ടില്ലേ? അപ്പം ഇതിൽ എനിക്ക് ആ ഒരു ഫേസ് ഭയങ്കര ഇഷ്ടമായിരുന്നു. എനിക്ക് മൂക്കുത്തി ഇവള് മൂക്കുത്തി ഇടാത്തതായിരുന്നു എനിക്കിഷ്ടം. പിന്നെ ഇവൾ എന്നോട് വഴക്കുണ്ടാക്കി അവസാനം ഞാൻ സഹി കിട്ടി. ഞാൻ അതിനെങ്ങനെ ഇവൾക്കൊരു ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടല്ല, ഇവൾക്ക് കൊടുത്ത് സഹിയായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷേ അതിന് ശേഷം ഉണ്ടല്ലോ, ഇവളിട്ടതിന് ശേഷം ഇത് കൊള്ളാലോ എന്ന് തോന്നിയപ്പോഴത്തേന് പിന്നെ ഞാനും പതിയെ ഇതിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. അപ്പം ഇപ്പം ഈ മൂക്കുത്തിയൊക്കെ ഇടുന്നവർ ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അല്ല അങ്ങനെയല്ല, ഞാൻ രസമാണ്, അവര് സൗന്ദര്യം ഇങ്ങനെ ആസ്വദിക്കും. പിന്നെ ഇവള് പറഞ്ഞ പിന്നെ ചെവിയിൽ സ്റ്റഡ്, ടാറ്റു, ഹെയർ കളർ. ഒരു സ്റ്റഡ് അടിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞത്. പിന്നെ ഒരെണ്ണം കൂടെ ഞാൻ അടിച്ച് അതിന് ഞാൻ തന്നെ കൊണ്ടുപോകേണ്ടി വന്ന്. അപ്പം ഇതിന്റെ എല്ലാം മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സാധനങ്ങളൊന്നും എനിക്ക് ഇഷ്ടമല്ല. ഞാൻ വന്നതിന് ശേഷമാണ് ഇവന് കലാബോധം വന്നത്. കൊലാബോധം. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സംഭവത്തെയൊക്കെ അധികം വലിയ ഇഷ്ടപ്പെടാത്ത ആളായിരുന്നു. ബട്ട് ഇപ്പൊ ഇതിനെല്ലാം പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി. ടാറ്റു നമ്മൾ ഇതുവരെ അടിച്ചിട്ടില്ല, ടാറ്റു അടിക്കണമെന്നുണ്ട്. പക്ഷെ ഞാൻ ഈ സിനിമയിലേക്ക് ട്രൈ ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോ അവര് വെറുതെ ടാറ്റു കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ. പക്ഷേ ടാറ്റു, ഹെയർ കളർ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. അത് മെയിനായിട്ട് കലാബോധം ഏകദേശമൊക്കെ വന്നു തുടങ്ങിയെന്ന് തോന്നുന്നു. ഫുഡിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ എനിക്ക് തന്നെ പറയുകയാണെങ്കിൽ എനിക്ക് സാമ്പാറിനോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. സാമ്പാറല്ല, പച്ചക്കറിനോടൊന്നും താല്പര്യമില്ല. അപ്പം മെയിനായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറുപയറും ഒക്കെയാണ്. പക്ഷേ എനിക്ക് ഇഷ്ടമില്ലാത്ത ചെറുപയർ ഇവള് വന്നതിന് ശേഷം ഞാൻ സാമ്പാറൊക്കെ പതിയെ ഇഷ്ടപ്പെട്ടു തുടങ്ങി കേട്ടോ. സാമ്പാറൊക്കെ കൊള്ളാം, സാമ്പാറും പുട്ടും ഒക്കെ ഞാൻ കൂട്ടി മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോൾ അല്ലെങ്കിൽ അടിപൊളിയാണല്ലോ എന്നൊക്കെ പറഞ്ഞ് സാമ്പാർ ഇപ്പോൾ കൂട്ടി തുടങ്ങി. പിന്നെ അതുപോലെ ചെമ്മീനൊന്നും എനിക്ക് പണ്ടത്ര വലിയ ഇഷ്ടമൊന്നും അല്ലായിരുന്നു. ഞങ്ങളൊരു ദിവസം ഒരു ട്രിപ്പ് പോയപ്പോഴത്തേനും കണ്ടോ, ട്രിപ്പല്ല, ഞാൻ ഗൾഫിലായിരുന്നപ്പോഴേക്ക് ചെമ്മീൻ ബിരിയാണിനെ പറ്റി എന്നും പറയും. എനിക്ക് ഭയങ്കര അങ്ങനെ കേട്ട് നമ്മളൊരു പ്രാവശ്യം ട്രൈ ചെയ്തു. അതെ, അതാണ് പറഞ്ഞത്. ഞങ്ങൾ ട്രിപ്പ് പോയപ്പോഴത്തേനും ഒരു ദിവസം ട്രൈ ചെയ്ത്. അപ്പൊ കൊള്ളാലോ. എന്നാ പിന്നെ വെറുതെ ഇങ്ങനെ പുളു അടിക്കുകയാണ്. ഞാൻ തിന്നിട്ടില്ല, തിന്നാതെയാണെങ്കിലും ടിഞ്ചൻ ഇങ്ങനെ പുളു അടിക്കും, രസമില്ലാന്ന് പറയും. അങ്ങനെ അടുത്ത് പിടിച്ചു നിൽക്കും. അതായത് എനിക്കത് ഇഷ്ടമല്ല. അപ്പൊ ഇവള് പറയുമ്പോഴത്തേനും നമ്മൾ കുറയ്ക്കാൻ പാടില്ലല്ലോ, നമ്മളിതൊന്നും കഴിക്കത്തില്ലെന്ന് പറയാൻ പാടില്ല. അപ്പൊ ഞാൻ ഓൾറെഡി പറയും കൊള്ളാം സൂപ്പർ അടിപൊളിയാന്നൊക്കെ ഞാൻ പറയും. പക്ഷെ ഞാൻ കഴിക്കൂല. പക്ഷെ ഒരു ദിവസം കഴിച്ചു കഴിഞ്ഞപ്പോൾ തന്നെയാണ് ഞാൻ അതിന്റെ ടേസ്റ്റ് മനസ്സിലായത്. പിന്നെ ഞാനത് കഴിച്ചു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ ട്രാവല് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രാവലൊക്കെ ഇപ്പം ഇഷ്ടമാണ്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നൈറ്റ് ഡ്രൈവ്. എൻ്റെ ഒരു 18 വയസ്സിന് മുന്നേ വരെ ഞാൻ രാത്രിയിൽ വീട്ടിൽ കയറുമ്പോൾ 9 മണി 10 10:30 ആവും. അപ്പോൾ
ഫുൾ എൻജോയ്മെൻ്റ് ആയിരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ. അതിനുശേഷം ഞാൻ ഫുള്ള് വീട്ടിൽ തന്നെയായി. നൈറ്റ് എനിക്ക് വീട്ടിൽ വരണം, വീട്ടിൽ ഇരുട്ടുന്നതിന് മുന്നേ വീട്ടിൽ കയറി അങ്ങനെ വീട്ടിലെ എല്ലാവരുടെ കൂടെ മിക്സ് ചെയ്ത് ആ ഒരു പീസ്ഫുൾ അന്തരീക്ഷം. പിന്നെ ഇപ്പോൾ ഞങ്ങൾ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് ആ ഒരു വൈബ് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴത്തേന് അല്ല അടിപൊളിയായിട്ട് യാത്ര ചെയ്ത് വരുന്ന ഒരു സുഖം ഫീൽ ചെയ്തപ്പോഴത്തേന് അടിപൊളി നൈറ്റ് ഡ്രൈവ് അതന്നെ. ഞങ്ങൾ വണ്ടി കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോറാവും. അത് ഞങ്ങൾ ഇപ്പോൾ ഒരു 25 കിലോമീറ്റർ ഉണ്ട് നമുക്ക് നമ്മുടെ ടൗണിൽ നിന്നും മെയിൻ ടൗണിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് എത്തണമെങ്കിൽ 25-28 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ എത്രയോ ഒരു 1/4 മണിക്കൂറോളം യാത്രയുണ്ട്. ആ യാത്രയിൽ അവിടെ തൊട്ട് ഇവിടം വരെ ഇവിടെ നിർത്താതെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറക്കം വരത്തില്ല. അത് മെയിനായിട്ടൊരു ഘടകമാണ്. ഓക്കെ, കുറച്ച് നേരം ഞാൻ കൈ പിടിച്ചപ്പോഴത്തേന് ക്യാമറ അമ്മൂട്ടിയുടെ കയ്യിലേക്ക് മാറ്റി കൊടുത്തു. പിന്നെ വേദനിച്ചപ്പോഴത്തേന് ഷോൾഡർ വേദനിച്ചപ്പോഴത്തേന് അത് അമ്മൂന് ക്യാമറ കൈ മാറി. അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയുറക്കം. അതിനെ അതായത് എനിക്ക് വണ്ടി ഇഷ്ടമല്ല. ഞാൻ ഇവളോട് പറയും എടി പകൽ കിടന്നുറങ്ങി അന്നത്തെ ദിവസം പോക്കാം എന്നൊക്കെ ഞാൻ ഇങ്ങനെ തള്ളുന്നല്ല. എനിക്ക് നേരെ തിരിച്ച് എനിക്ക് 1 മണിക്കൂർ എങ്കിലും ഉച്ചയ്ക്ക് ഉറങ്ങണം, എന്നാലേ ആ ഡേ എനിക്ക് കംപ്ലീറ്റ് ആവുള്ളൂ. അതാണ് പ്രശ്നം. ഈ നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് വരുമ്പോഴത്തേന് നല്ല ക്ഷീണമോ അപ്പോഴത്തേന് ഞാനൊന്ന് കുളിച്ചൊരു ഫ്രഷ് ഒക്കെ ആയി കഴിഞ്ഞാൽ എൻ്റെ എല്ലാം ഓക്കെ ആയി. പിന്നെ അതിന് ശേഷം ഞാൻ അടുത്ത പണിക്ക് പോകുന്നത്. ഇവള് കിടന്ന് ഉറങ്ങുന്നത് കാണുമ്പോഴത്തേന് ഞാനും അറിയാതെ ഉറങ്ങിപ്പോകും. എൻ്റെ ഉറക്കം കാണുമ്പോൾ ടെൻഷൻ പൊതിയാവും. അങ്ങനെ ഞാനും ഉറങ്ങിപ്പോവും. അങ്ങനെ ശരിക്കും പറയുകയാണെങ്കിൽ ഇപ്പോൾ ഉച്ചയുറക്കം ഇത് കൊള്ളാൻ കേട്ടോ പരിപാടി. അത് ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ. പക്ഷെ നമുക്ക് വർക്കും കാര്യങ്ങളും ഉള്ളപ്പോൾ നമുക്ക് അങ്ങനെ ഉറങ്ങാതിരിക്കാനും പറ്റത്തില്ല. കഴിഞ്ഞ ദിവസം നമ്മളൊരു വർക്കിന് പോയിട്ട് നമുക്ക് രാവിലെ ഷൂട്ട് ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ഷൂട്ട് ഉണ്ടായിരുന്നു. ഉച്ചയ്ക്ക് വന്നപ്പോഴത്തേന് ഇങ്ങനെ തൂങ്ങി വീണെന്ന് പറഞ്ഞ അവസ്ഥയായപ്പോഴത്തേന് നമ്മൾ എണീറ്റ് വർക്കിന് പോകേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. പക്ഷെ എങ്കിലും ഉച്ചയ്ക്ക് കിടന്നുറങ്ങാൻ അടിപൊളിയാണ്. എനിക്കിപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പണ്ട്, അതായത് ഈ ഉറക്കമൊന്നും എനിക്ക് പണ്ട് ഇഷ്ടമേ അല്ലായിരുന്നു, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുക എന്നൊക്കെ. അതൊക്കെ ഇപ്പോൾ ഇവള് വന്നതിന് ശേഷം ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ ശരിക്കും ഈ ഒരു വീഡിയോയിൽ അന്ന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ട് മാറും. അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയത്. മെയിനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പ്രഷറായിട്ട് ഇഷ്ടപ്പെട്ടൊന്നും അല്ല. അതൊക്കെ ഈ സംഭവങ്ങൾ ഒന്ന് അത് കാണുകയും അല്ലെങ്കിൽ അത് ആസ്വദിക്കുകയും അത് കൊള്ളാമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം പതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, അപ്പം ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് ഇഷ്ടമില്ല ചെറുപയർ, പക്ഷെ ഇവിടെ വന്ന് കൂട്ടി എനിക്കത് കുഴപ്പമില്ലാന്ന് തോന്നി, ഇഷ്ടപ്പെട്ടു തുടങ്ങി. ഓക്കെ, ഇവൻ എന്നും എന്നോട് പറയും കല്യാണത്തിന് മുന്നേ അത് ചെറുപയർ പഠിക്കണം ഇപ്പൊ ഞാൻ പഠിച്ചു. ഓക്കെ, ഫൈനലി ലാസ്റ്റ് നമ്മൾ ഗാർഗിനെ പറ്റി ചോദിക്കാം. നിനക്ക് പണ്ട് ഗാർഗിനൊക്കെ ഭയങ്കര പേടിയല്ലായിരുന്നോ? ഇപ്പൊ ഗാർഗിനെ ഇഷ്ടപ്പെട്ടോ? അതാണ് സ്നേഹം എല്ലാം നമ്മൾ മുന്നിൽ ചുറ്റും ഉള്ളപ്പോൾ നമ്മൾ എല്ലാം ഇഷ്ടപ്പെട്ടു പോകും. എന്താ ഡയലോഗ് അല്ലേ? ഓക്കെ, ശ്രദ്ധിക്കാത്തോണ്ട് കാര്യമായി. എനിവേ ഇതൊക്കെ തന്നെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. അപ്പം ഇന്ന് ഞങ്ങൾ യാത്ര പറയാണ്. നാളെ എല്ലാവരും വരണം കേട്ടോ.